കേരളത്തിൽ നാളെ ബലിപെരുന്നാൾ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിലാണ് ബലിപെരുന്നാൾ എത്തുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇസ്ലാമിലെ 2 പെരുന്നാളുകളും 2 ആരാധനകളോടനുബന്ധിച്ചാണ് വരുന്നത്. ഈദുൽ ഫിത്തർ നോമ്പിനോടനുബന്ധിച്ചാണെങ്കിൽ ബലിപ്പെരുന്നാൾ ഹജ്ജിനോടനുബന്ധമായാണ് വരുന്നത്. സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും ത്യാഗസമർപ്പണത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ബലിപ്പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ. വളരെ കാലം മക്കളില്ലാതിരുന്ന പ്രവാചകനായ ഇബ്രാഹിം നബി പിന്നീട് ജനിച്ച പുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പനയനുസരിച്ച് ബലി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ബലി നൽകാനൊരുങ്ങുന്ന സമയത്ത് ദൈവദൂതൻ വരികയും ഇസ്മായിലിന്റെ സ്ഥാനത്ത് ആടിനെ വെക്കുകയും ചെയ്യുന്നു. അതിലൂടെ ദൈവപരീക്ഷണത്തെ വിജയിക്കുകയും ചെയ്യുന്നു. ദൈവപരീക്ഷണമായിരുന്ന ബലിയെ അനുസ്മരിച്ചാണ് ഈ പെരുന്നാളിന് ബലിപ്പെരുന്നാൾ എന്ന പേര് വന്നത്. ഈശ്വരപ്രീതിക്ക് വേണ്ടി മനുഷ്യബലി ദൈവഹിതമല്ലെന്ന സന്ദേശവും കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. ബലിപ്പെരുന്നാൾ ദിനമായ നാളെ വിവിധ മുസ്ലിം ആരാധനാലയങ്ങളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരവും നടക്കും. ന്യൂസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്.